ആ ഇന്നിപ്പോൾ നമ്മുടെ ഈ മുടപ്പല്ലൂർ ഭാഗമാണ് കേട്ടോ. മുടപ്പല്ലൂർ ഭാഗത്ത് 7.5 സെൻറ്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതുപുത്തൻ വീടും. പണികളൊരു 95% പണികളും പൂർത്തിയായിട്ടുള്ളൊരു വീട് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ദർശനം വരുന്നത്. 2 ബെഡ്റൂമുണ്ട്, രണ്ടും അറ്റാച്ച്ഡ് ആണ്. വീഡിയോ മുഴുവനായും കണ്ടോളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്നും പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ട്, അതായത് നെന്മാറ വഴിക്ക് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൽ വടക്കഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് ദൂരം, ഒരു ഹൈവേ എന്നൊക്കെ ആകുമ്പോൾ ഒരു 4 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ മുടപ്പല്ലൂർ എന്ന് പറഞ്ഞൊരു ടൗൺ വരിക. ആ ടൗണിൽ നിന്ന് ഒരു 700 മീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഒരു 150 മീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധി വരുന്നത്. അപ്പോൾ അത്രയും ദൂരങ്ങളേ വരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ പണികളെന്ന് പറയാനായിട്ട് ഫിറ്റിങ്സിൻ്റെ, അതായത് വയറിങ്ങിൻ്റെ പണിയും ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെയുള്ള പണികൾ മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതാണ് ഇതിൻ്റെ പ്ലാൻ കേട്ടോ. പ്ലാൻ നിങ്ങൾ ഒന്ന് കണ്ടുവെച്ചോളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക്, ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 37 ലക്ഷം രൂപയാണ് കേട്ടോ. എല്ലാ ഭാഗവും പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ നിന്നും നമുക്ക് പാലക്കാട് ടൗണിലേക്ക് ഏകദേശം ഒരു 32-33 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ തൃശ്ശൂർക്കും ഒരു 35 കിലോമീറ്ററാണ് ദൂരപരിധികൾ. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഒരു സിറ്റ് ഔട്ട്, ഹാള്, ഡൈനിങ്, 2 ബെഡ്റൂം, അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് 7.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗവും നമുക്ക് നിറയെ സ്ഥല സൗകര്യങ്ങളുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു 4 തെങ്ങ് വെക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു മാവോ ഒരു പ്ലാവോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നതിന് നമുക്ക് ചുറ്റുഭാഗത്തും സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ആ വഴി വരുന്നത് തന്നെ ആകെ ഒരു 2-3 വീടാണ്. എന്ന് വെച്ചാൽ അടുപ്പിച്ച് നിറയെ വീടുകളുള്ളൊരു ഭാഗമല്ല. അപ്പോൾ ഇത് ടോട്ടലി 15 സെൻറ്റ് സ്ഥലമായിരുന്നു. അതിൽ നിന്നാണ് 7.5 സെൻറ്റിൽ ഇതൊരു വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 2 സെൻറ്റ് സ്ഥലം കൂടെ ഇതിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ മുന്നിൽ 7.5 സെൻറ്റിലുള്ള കാലി സ്ഥലത്ത് നിന്ന് ഒരു 2 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ തരൂ കേട്ടോ. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ 2 ബെഡ്റൂമിൽ അത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫിറ്റിങ്സ്, അതിൻ്റെ പണികൾ ഇനി ബാക്കിയുള്ളൂ. അതുപോലെ ഈ വീട് പണിത് കൊടുക്കുന്ന നിർമ്മാണ രംഗത്ത്, വീട് പണിത് ഒരു വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു മേഖലയുമായിട്ട് ഒരുപാട് വർഷത്തെ തഴക്കവും പഴക്കമുള്ള ഒരാൾ പണിത വീടാണ്. നല്ല വീടാണ്. അത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എത്രയോ വീടുകൾ ഇവരുടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ ചാനലിലൂടെയും അല്ലാതെയും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടോളൂ. ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ മുറ്റത്തൊരു 10-850 സ്ക്വയർ ഫീറ്റോളം കട്ട വിരിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഫില്ലിംഗ് മണ്ണല്ല കേട്ടോ, നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമിയിൽ തന്നെ ഇവർ പണിതിട്ടുള്ളതാണ്. ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണിൽ വീട് പണിതിട്ടുള്ളതല്ല. ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട്. സ്റ്റെയർ നമുക്ക് വീടിൻ്റെ സൈഡിൽ പുറത്തുകൂടെയാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ പണി ഇപ്പോൾ പൂർത്തിയായി, പെയിൻറ്റിങ്ങൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിലിപ്പോൾ ബോർവെൽ കണക്ഷൻ, ബോർവെല്ലിൻ്റെ വെള്ളം അടിച്ചിട്ടിരിക്കുന്നു, പൈപ്പ് കണക്ഷൻ അടിച്ചിട്ടിരിക്കുന്നു, ബോർവെൽ അടിച്ചിട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമുക്കിനിപ്പോൾ കണക്ഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു തരും. ഇനിയിപ്പോൾ ഇതൊരു ലോൺ സൗകര്യം വേണമെങ്കിൽ അതും ചെയ്തു തരും. ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ഇപ്പറേ, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഇപ്പറേയുള്ള വയലോരമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ റോഡിൽ നിരപ്പിൽ നിന്നും ഏകദേശം ഒരു 4-5 അടി 5-6 അടി ഹൈറ്റിലാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്നുള്ളൊരു പേടി വേണ്ട. ഈ ഭാഗത്തൊന്നും വെള്ളം കയറിയിട്ടുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്ന് ഇരിക്കുന്നതാണ് ഈ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ടേ. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടായിട്ടുള്ള നമ്മുടെ ഈ വീട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതപ്പോൾ നമുക്ക് ആ വീടിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തു നിന്നൊക്കെ അങ്ങനെ ഇതേപോലെ 2 സൈഡിൽ നമുക്ക് സ്ഥല സൗകര്യങ്ങളുണ്ട്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ദർശനം എന്ന് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 37 ലക്ഷം രൂപയാണ്. അത് അധികമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമ്മൾ രജിസ്ട്രേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിലയിൽ മാറ്റം വരുത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഈ ഭാഗത്തൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇതേപോലെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
എന്തെങ്കിലുമൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുന്നതൊക്കെ നട്ട് വളർത്താനുള്ള അതിനാണ് ആ എല്ലാ ഭാഗവും കട്ട വിരിക്കാതെ ആ മുൻവശത്തും വീടിൻ്റെ തറയോട് ചേർന്നും കട്ട വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 1-2 കാറൊക്കെ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ വീടൊന്നും വേണ്ട, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർക്കൊക്കെ ഒരു ചെറിയ വീട്, ചെറിയ ഫാമിലിക്കൊക്കെ പറ്റുന്ന രീതിക്കുള്ള ഒരു വീടാണ്. അടുത്ത് തന്നെ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ മുന്നിൽ കിടക്കുന്ന 7.5 സെൻറ്റ് സ്ഥലം. അതിലും ബോർവെൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 സെൻറ്റ് സ്ഥലം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ തരും. അതിൻ്റെ വിലയൊക്കെ അദ്ദേഹവുമായിട്ടിരുന്ന് നേരിട്ടിരുന്ന് സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാധനാലയങ്ങൾക്കും അധികം ദൂരമില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അധികം ദൂരമില്ല. പിന്നെ മുകളിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ സ്റ്റെയർ GI പൈപ്പ് കൊണ്ടുള്ള സ്റ്റെയറാണ്, ഇരുമ്പ് പൈപ്പ് കൊണ്ടാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുറകിലും അതുപോലെ മുൻവശത്ത് നമുക്ക് കണ്ടത് ആ ഒരു തറവാട് വീട്, അതിന് മുന്നിൽ അപ്പുറം ഒരു വീട്, അങ്ങനെ 2 വീടുകളാണ് അവിടെ ഉള്ളത്. നിറയെ വീടുകളുള്ള അടുപ്പിച്ചടുപ്പിച്ച് വീടുകളില്ലാത്ത ഭാഗങ്ങളായിട്ടുള്ള വീടുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടെ അനുയോജ്യമാണ്. നമുക്ക് ഭാവിയിൽ 1-2 റൂം വേണമെങ്കിൽ മുകളിൽ എടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ, എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. നാഷണൽ ഹൈവേ വടക്കഞ്ചേരി ഭാഗത്തേക്ക് ആകണമെങ്കിൽ ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കണ്ടോ, ഇതൊരു വീട്, അതുപോലെ അപ്പുറം ഒരു വീട്, ആ റോട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തൊരു വീട്, അങ്ങനെ 2-3 വീടുകളാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.